കൃഷ്ണേന്ദു തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു നമ്മുടെ പയ്യന്നൂർ മണ്ഡലത്തിലെ രക്തസാക്ഷി തട്ടിപ്പും കുഞ്ഞികൃഷ്ണൻ്റെ പാർട്ടി മാറ്റമൊക്കെ കേരളത്തിലേറെ കോളിളക്കം, കേരളത്തിലും പാർട്ടിയിലും ഏറെ കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ ആ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, ഫലവും വന്നു, കുഞ്ഞികൃഷ്ണൻ അധികാരവും ഏറ്റു. ഇപ്പോഴും പയ്യന്നൂരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ അനുഭാവിയുടെ, അതായത് ഒരു പുരുഷോത്തമൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചെമ്മീൻ ഷെഡിന് ഇന്നലെ തീയിട്ടു. അതായത് മധുസൂദനൻ അനുകൂലികളാണെന്നാണ് പുരുഷോത്തമൻ പറയുന്നത്. എന്താ അല്ലേ ഇവിടെ നടക്കുന്നത്? അതെ, ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് തന്നെ പറയാം. കാരണം പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ അവർ പിന്നെ പകപോക്കലായി എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാനായി പറ്റും. പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവർ എങ്ങനെയാണ്? അവർ രാജ്യദ്രോഹികളാണോ? ആ രീതിയിലേക്ക് CPM വലിയ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടിരിക്കുകയാണ് പയ്യന്നൂരിനകത്ത്. ഇത് ഇന്നലത്തെ ഒരു വാർത്തയായിട്ട് മാത്രം ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുഞ്ഞികൃഷ്ണൻ്റെ നിരന്തരം വാർത്തകളിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് തുടർ വിഷയം തന്നെയാണ്. ഒരു അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ പുരുഷോത്തമന് ഇന്നലെ വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ബ്ലാസ്റ്റാണ് ചെമ്മീൻ ഷെഡിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൃത്യമായി ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഷുറൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. വലിയ നഷ്ടം തന്നെ അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു മറ്റൊരു കാര്യമുണ്ട്, അതാണ് ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്നൊരു വാർത്ത. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ തന്നെ ഇല്ലാതാക്കിയാൽ മതിയായിരുന്നില്ലേ, എന്തിനാണ്? ഇതിനു മുൻപും ഇദ്ദേഹത്തിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നു ഇദ്ദേഹത്തെ അനുകൂലിച്ച് പുരുഷോത്തമൻ അനുകൂലിച്ച് മുന്നോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ കാറിനായിരുന്നു തീയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാതെ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരിക്കാം, ഒരു കൂട്ടി വെച്ച പൈസ കൊണ്ട് ചിലപ്പോൾ വാങ്ങിയതായിരിക്കാം. എന്തായാലും ഒരു വസ്തു വാങ്ങുമ്പോൾ അതിൽ അവരുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിയർപ്പിൻ്റെ വിലയാണ്. ഏറെ ആഗ്രഹിച്ച് വാങ്ങുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു ചെമ്മീൻ കെട്ട് എന്നൊക്കെ പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. അതായത് മുന്നോട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹം പറയുന്നത് എന്തോ സ്ഫോടക വസ്തു ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ്. ദ്രാവകം എന്തോ. കൂടാതെ ചെമ്മീൻ കെട്ടിൽ എന്തോ വിഷദ്രാവകമോ അങ്ങനെ എന്തോ ഒഴിച്ചു. അപ്പോൾ എന്താണ്, ചെമ്മീൻ കെട്ട് ഷെഡും പോയി, ചെമ്മീനും ഇനി ചിലപ്പോൾ ചത്തൊടുങ്ങുമായിരിക്കും. വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണത്. ഇതിൽ ജ്യോതിക, ഒരു ഏപ്രിൽ 11-ാം തീയതി, ഈ വർഷം തന്നെ ഏപ്രിൽ 11-ാം തീയതി ഒരു വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ, പയ്യന്നൂരിൽ വീണ്ടും ആക്രമണം, കുഞ്ഞികൃഷ്ണന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻ ഹൗസിന് തീയിട്ടു എന്നുള്ള. അപ്പോൾ കുഞ്ഞികൃഷ്ണനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായിട്ടുള്ള പുരുഷോത്തമന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിരന്തരം ഇത്തരത്തിലുള്ള ആക്രമണ വാർത്തകൾ പയ്യന്നൂരിൽ നിന്ന് കേൾക്കുന്നു. പൊതുവെ കണ്ണൂരെ നമ്മൾ കൃഷ്ണേന്ദു അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്തുവകകൾ നശിപ്പിച്ചതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതെ, യാഥാർത്ഥ്യമാണ്. ഈ പയ്യന്നൂർ മണ്ഡലം പാർട്ടി CPMൻ്റെ ഒരു വലിയൊരു കോട്ടകൊത്തളം തന്നെയായിരുന്നു. പക്ഷേ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടാണല്ലോ കുഞ്ഞികൃഷ്ണനും പിന്നീട് TK ഗോവിന്ദനും ഒക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ പോയി വലിയ അവരുടെ ശത്രുവായിരുന്ന ശത്രുപക്ഷത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഇവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ജനവിധിക്ക് മറ്റൊന്നും ഇല്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ ജനങ്ങൾ തന്നെ, ആ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ ഇവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ ഉത്തരമാണ് റിസൾട്ടിൽ വന്നിട്ടുള്ളത്. പക്ഷേ ആ വിജയം ഇപ്പോഴും പയ്യന്നൂരിലെ ചില പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാൻ. തീർച്ചയായും. കാരണം എനിക്ക് തോന്നുന്നു പാർട്ടി തിരഞ്ഞെടുപ്പിന് മുന്നേ വലിയൊരു കോളിളക്കം, അതായത് കുഞ്ഞികൃഷ്ണൻ അനുകൂലികൾ മുന്നോട്ട് വന്നില്ല, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം കുറെ കൂടി വിസിബിൾ ആയ പോലെ തോന്നിയിട്ടുണ്ട്. കാരണം അത് ആ റിസൾട്ടിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അതെ, വലിയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രത്തിൽ നിന്ന് പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ ചോർന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അത് വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനെ ഏത് രീതിയിൽ
മാറ്റണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കണം. ഇത്തരത്തിൽ ആക്രമണ സംഭവങ്ങൾ അഴിച്ചുവിട്ട് അവർക്ക് നേരെ ശത്രുവായി അവരെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ പിന്നെയും ഈ പയ്യന്നൂരിന് തിരിച്ച് CPM-ലേക്ക് വരുമോ എന്നുള്ളത് സംശയമാണ്. പകരം അവിടുത്തെ ജനങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് അവരുടെ അടുത്തൊരു അനുഭാവപൂർണമായിട്ടുള്ളൊരു സമീപനമാണ് ഇനി CPM അവിടെ നടത്തേണ്ടത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളല്ല ഇനി അവിടെ വേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, അതും മാർച്ച് മാസം 21-ാം തീയതി വരുന്നൊരു വാർത്ത, സ്ഥലമുടമയെ CPM ഭീഷണിപ്പെടുത്തിയെന്ന് വി കുഞ്ഞികൃഷ്ണൻ പറയുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊളിച്ചു, ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തു ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ അഴിച്ചുവിട്ടു. ജനാധിപത്യ രാജ്യമാണ്, എന്താണ് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാക്കിയെന്നല്ല, ഒരു സ്വന്തമായി തിരഞ്ഞെടുപ്പിനൊരു കമ്മിറ്റി ഓഫീസ് വച്ചപ്പോൾ എന്തിനാണ് ഇത്തരം ആക്രമണങ്ങൾ? അവർക്ക് അതിനുള്ള അവകാശമില്ലേ? അതിനെന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ എന്താണ് മത്സരിച്ച് ജയിക്കാനുള്ള ഒരു മുന്നോട്ട് വരേണ്ടതായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്ന കാര്യം. ഈ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണന്റെ ഒക്കെ TK ഗോവിന്ദനും ഒക്കെ ഇലക്ഷന് ഇറങ്ങുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ തന്നെ CPM ഇതിനെ വളരെ നിഷേധപൂർണ്ണമായിട്ടാണ് സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഏത് രീതിയിൽ മുന്നോട്ട് പോയിക്കോട്ടെ, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, പയ്യന്നൂരൊക്കെ ഞങ്ങളുടെ മണ്ഡലമാണ്, ഞങ്ങളുടെ കുത്തകയാണ് എന്നുള്ള അവകാശവാദമായിരുന്നു. പക്ഷേ അതിലേറ്റവും തിരിച്ചടി അവർ നേരിട്ടു വന്നിട്ട് പോലും പാർട്ടിക്കേറ്റ് ഒരു അടി തന്നെയായിരുന്നു. എന്നിട്ട് പോലും അതിനെ അംഗീകരിക്കാത്ത, ജനവിധിയെ തന്നെ അംഗീകരിക്കാത്ത രീതിയിലേക്ക് പെരുമാറുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ്. ഇനി CPM ഇപ്പം നേരത്തെ നമുക്ക് മുന്നേ ചരിത്രങ്ങളുള്ളതുപോലെ CPM പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരിച്ചാലും വിഷയമാണ്. അവർക്ക് നേരെ വിഭാഗീയത അഴിച്ചുവിടുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. TP ചന്ദ്രശേഖരൻ കേസൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെ നിരന്തരം വിഷയങ്ങളുള്ള സമയത്ത് തന്നെയാണ് ഇപ്പോൾ വളരെ അടുത്ത് ഈ മധുസൂദനൻ അനുകൂലികൾ ചേർന്നുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായിട്ടുള്ള പുരുഷോത്തമൻ്റെ ചെമ്മീൻ ഷെഡിന് നേരെ തീയിട്ടിരിക്കുന്നത് അല്ലേ. കൂടാതെ തിരഞ്ഞെടുപ്പിന് ശേഷവും അവിടെ നിരവധി ആക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അനുകൂലികളുടെ വീടിൻ്റെ മതിൽ തകർക്കുക, ബൈക്കുകൾ കത്തിക്കുക, വീടിന് നേരെ കല്ലെറിയുക, സ്ഫോടക വസ്തുക്കൾ എറിയുക. കണ്ണൂരിൽ എപ്പോഴും എന്താണ് ആക്രമം എന്ന് പറഞ്ഞ് പലരും കളിയാക്കുമെങ്കിലും അതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം തന്നെയാണ്. അതായത് ഒരു തരത്തിലും പാർട്ടി വിടുന്നവരെ ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ. ഇത് പാർട്ടീൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ കുഞ്ഞികൃഷ്ണൻ അനുകൂലികൾക്ക് മാറാനുള്ള ഒരു ഉൾഭയം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ അത് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുക. അതായത് അവർക്ക് പുറമേ പറയാനുള്ള ഭയവും പക്ഷെ വോട്ട് മാറ്റി ചെയ്തിട്ടൊക്കെ ഉണ്ടാകാം. അപ്പം അത് നമുക്ക് പൊതുവേ മനസ്സിലാക്കുന്നൊരു സ്ഥിതി അനുസരിച്ച് പയ്യന്നൂരെ മാത്രം വിഷയമല്ല, കുഞ്ഞികൃഷ്ണൻ്റെ മണ്ഡലത്തിൽ മാത്രം വിഷയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കില്ല. കാരണം പാർട്ടി വോട്ടുകൾ എന്ന് ചരിത്രത്തിൽ ഒരുപാട് വർഷങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് വോട്ടുകളുണ്ട്. അതപ്പാടെ ചോർന്നു പോകുന്നൊരു നിലയിലേക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഉൾപ്പെടെ വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവിലുള്ളൊരു വിഷയമാണ്. പയ്യന്നൂർ അത് കൂടുതൽ രൂക്ഷമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ കേസിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പിന്നെയും ഒരു ശത്രു നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ കുഞ്ഞികൃഷ്ണനെയൊക്കെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്, പരനാറികൾ എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ പാർട്ടി ഇപ്പോഴേ തന്നെ പാർട്ടിയിൽ നിന്ന് കുറേയധികം ജനങ്ങൾ അകന്നിട്ടുണ്ട്. ഇനി പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറും എന്ന് പറഞ്ഞു വെക്കാനായി.